ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക കണ്ടെത്തൽ. സ്വർണം പണമാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി റിയൽ എസ്റ്റേറ്റിൽ ഉപയോഗിച്ചു. ലഭിച്ച സ്വർണത്തിന്റെ പങ്ക് വിറ്റഴിച്ചെന്നും പോറ്റി പറയുന്നുണ്ട്. സ്പോൺസർമാരിൽ നിന്ന് കൈക്കലാക്കിയ സ്വർണവും പണമാക്കി. 2020 മുതലാണ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ തുടക്കം. സ്വർണം പങ്കിട്ടെടുത്തെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും പിടിച്ചെടുത്തിരുന്നു. ആഭരണങ്ങളുടെ രൂപത്തിലുള്ള സ്വർണമാണ് കണ്ടെടുത്തത്. പാളികളുമായി ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പുകളും വട്ടിപ്പലിശയ്ക്കായി വാങ്ങിയ ആധാരങ്ങളും SIT പിടിച്ചെടുത്തിട്ടുണ്ട്. MS വീണ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വീണ, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വളരെ നിർണായകപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ദേവിക, ശബരിമല സ്വർണ്ണ കവർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് SIT സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് 3 ദിവസമാവുകയാണ്. 3 ദിവസമായിട്ടുള്ള വിശദമായ ചോദ്യം ചെയ്യലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മീഞ്ചക്കിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉള്ളത്. തുടർച്ചയായ 3 ദിവസവും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3:30 തിരുവനന്തപുരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാരേറ്റുള്ള പുളിമാത്ത് വീട്ടിൽ SIT അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുകയും ഒരു 5 മണിക്കൂറുകൾക്ക് പിന്നിട്ട് ഒരു പരിശോധന നടത്തുകയും ചെയ്തു. ഈ പരിശോധനയിലാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഭൂ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും, അതുമാത്രമല്ല ഈ പോറ്റിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക വരുമാനമൊന്നും പോറ്റിക്കില്ല എന്നുള്ളൊരു വിവരം ലഭിച്ചിരുന്നു. എന്നാൽ പോറ്റിയുടെ വിശദാംശങ്ങളൊക്കെ കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിപ്പിച്ചപ്പോൾ വലിയ തോതിലുള്ള തുകകൾ, അതായത് വസ്തു വാങ്ങിക്കുന്നതിനടക്കമുള്ള രീതിക്ക് ഇയാൾ ചിലവഴിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ചില രേഖകൾ നശിപ്പിക്കുവാനുള്ള, ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ, ഇത് കേസ് ഉണ്ടായതിനു ശേഷം കോടതി ഇടപെടുന്ന ഘട്ടത്തിൽ ഇത് നശിപ്പിക്കുവാനുള്ളൊരു നീക്കം പോറ്റിയുടെ ഭാഗത്തുണ്ടായി എന്നുള്ളതും അന്വേഷണ സംഘം ഇന്നലെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പോറ്റിയുടെ വീട്ടു പരിസരത്ത് ഈ രേഖകൾ തീയിട്ട് നശിപ്പിച്ചതിൻ്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഏറ്റവും ഇതിൽ എടുത്തു പറയേണ്ട കാര്യം റിയൽ എസ്റ്റേറ്റിന് പിന്നിൽ സ്വർണ്ണമാണെന്നുള്ളതാണ്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നടത്തിയ ഈ ഒരു സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് കിട്ടിയ പണം, ആ ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് ഭൂമികൾ വാങ്ങിക്കൂട്ടി എന്ന് പറയുന്നുണ്ട്. ആ ഭൂമികൾ വാങ്ങിക്കൂട്ടിയതിൻ്റെ രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കൃത്യമായി തന്നെ ഈ പണം വന്നതിൻ്റെ സ്രോതസ് അടക്കമുള്ള ഇടപാടുകളടക്കമുള്ള രേഖകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. സ്പോൺസർമാരിൽ നിന്നും കൈക്കലാക്കിയ സ്വർണം അതാണ് പണമാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2022 നടത്തിയ റിയൽ എസ്റ്റേറ്റുകളുടെ കണക്കുകളടക്കമാണ് പുറത്തു വരുന്നത്. അതിൽ സ്വർണം പങ്കിട്ട് എടുത്തു എന്നുള്ള ഒരു മൊഴി പോറ്റി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആർക്കൊക്കെയാണ് ഈ ഒരു പോറ്റിക്കൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്, ഇവർ എത്തരത്തിലുള്ള ഇടപാടുകളാണ് നടന്നത്, ആർക്കൊക്കെ ഇതിൻ്റെ പങ്ക് പോയിട്ടുണ്ട്, അവർ എത്തരത്തിലാണ് ഈ ഒരു സ്വർണം വിറ്റ് പണവുമായി നടത്തിയ ബാക്കിയുള്ള ഇടപാടുകൾ എങ്ങനെയാണ്, അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോറ്റിക്കൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വിശദാംശങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം ഉദ്യോഗസ്ഥനായിരുന്ന മുരാരി ബാബുവിനെ ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ എത്തിച്ച് മറ്റു ഉദ്യോഗസ്ഥരെയും ഒക്കെ എത്തിച്ചിട്ട് ഇവിടെ മൊഴിയെടുപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഗൂഢാലോചന നടത്തിയത്, അതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയായിരുന്നു, പോറ്റിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് തുടങ്ങിയത്, എത്തരത്തിലാണ് ഈ ഒരു ശബരിമല സ്വർണ്ണപ്പാളികൾ കവർച്ച ചെയ്യുവാനുള്ള നീക്കം നടത്തിയത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സ്വർണം കൊണ്ടുപോയ ഹൈദരാബാദ്, അതുപോലെ തന്നെ ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് പോറ്റിയും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥരെ ഒരുമിച്ചോ അല്ലെങ്കിൽ പോറ്റിയെയൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് തെളിവെടുപ്പ് നടത്തും. മാത്രമല്ല കൽപേഷ് അടക്കമുള്ളവർ കൂടുതൽ മറ്റു പ്രതികളുടെ വിവരങ്ങൾ ലഭിക്കുവാനുണ്ട്. അത്തരത്തിലുള്ള പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങും. മാത്രമല്ല തെളിവെടുപ്പ് ശബരിമലയിലും വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രപതി സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതിനുശേഷമായിരിക്കും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക്, ശബരിമലയിലെ തെളിവെടുപ്പ് അടക്കം ഉള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. നിലവിലിപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് തുടരുകയാണ് 3-ാം ദിവസവും.